ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ അറ്റ് യുവർ ക്ലാസ് റൂം. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അറ്റ് യുവർ ക്ലാസ് റൂം എന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾക്ക് കയറിയാൽ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ ഡയറക്റ്റായിട്ട് എത്തിച്ചേരും. ഓക്കെ, ആക്ടിവിറ്റി 1. ഓക്കെ, ആക്ടിവിറ്റി 1 എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ യുവർ മാജസ്റ്റി supper is ready. Ivan looked at the old servant in front of him. He could not believe his eyes. ഇവിടെ എന്താ പറയുന്നത്? യുവർ മാജസ്റ്റി, പ്രഭു, സപ്പർ ഇസ് റെഡി, അത്താഴം റെഡി ആയിട്ടുണ്ട്. ഇവാൻ ലുക്ക് അറ്റ് ദ ഓൾഡ് സെർവൻറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അപ്പം അവൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ ഓൾഡ് സെർവൻറ്റ്, ആ പ്രായമായ വൃദ്ധനെ ഇവാൻ നോക്കി. ഹി കുഡ് നോട്ട് ബിലീവ് ഹിസ് ഐസ്. അവൻ്റെ കണ്ണുകളെ അവന് വിശ്വസിക്കാൻ പറ്റിയില്ല. അവൻ കാണുന്നത് അവന് വിശ്വസിക്കാൻ പറ്റിയില്ല. ഓക്കെ, ഇത് ഈ ലെസൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഇമാജിൻ ആൻഡ് റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഇവാൻ ആൻഡ് ദ ഓൾഡ് മാൻ. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മളോട് ഇമാജിൻ ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് ഒരു വർക്ക്ഷീറ്റിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ഒരു ഇമാജിനേഷനാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഇമാജിനേഷൻ എഴുതണം. ഇത് തന്നെ കോപ്പി അടിക്കാൻ പാടില്ല, പക്ഷെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. നോക്കാം. ഇവാൻ എന്ത് പറഞ്ഞു? ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു ദാറ്റ് ഡു യു റിമെമ്പർ മീ. അപ്പം ഇവാൻ എന്താ ചോദിച്ചത്? എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്, നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഐ ഡോണ്ട് റിമെമ്പർ യു യുവർ മാജസ്റ്റി, ബട്ട് ഐ നോ ദാറ്റ് യു ആർ നൗ ആർ കിങ്. അപ്പോൾ ഓൾഡ് മാൻ എന്ത് പറഞ്ഞു? എനിക്ക് നിങ്ങളെ ഓർമ്മയില്ല, പക്ഷെ നിങ്ങളിപ്പോൾ ഞങ്ങളുടെ രാജാവാണ്, അതെനിക്കറിയാം. അപ്പോൾ ഇവാൻ പറഞ്ഞു, യെസ്, ഐ ആം യുവർ കിങ്, ബട്ട് ഐ വാസ് വൺസ് യുവർ സെർവൻറ്റ് ഇവാൻ. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ രാജാവ് തന്നെയാണ്, പക്ഷെ ഒരിക്കൽ ഞാൻ നിങ്ങളുടെ ഭൃത്യനായിരുന്നു. എൻ്റെ പേര് ഇവാൻ എന്നാണ്. അപ്പോൾ ഈ ഓൾഡ് മാൻ ആകെ സർപ്രൈസായി, അതിശയപ്പെട്ടു പോയി. ഓ മൈ ഗോഡ്, ഐ ആം സോ സോറി ഫോർ വാട്ട് ഐ ഹാവ് ഡൺ ടു യു ദോസ് ഡേയ്സ്. Please forgive me and don't send me away from here. I'll be very obedient to you and will serve you well. അപ്പോഴത്തേക്ക് ഇയാൾ ഭയങ്കര പ്രയാസമായി, പേടിച്ചു പോയി, സർപ്രൈസ് ആയിപ്പോയി. ഓ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറഞ്ഞ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ അന്ന് ആ കാലത്ത് നിങ്ങളോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്ത് എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല, എന്നോട് ക്ഷമിച്ചിട്ട് എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത്. ഞാൻ നിങ്ങളുടെ ഒരു വളരെ അനുസരണയുള്ള ഒരു ഭൃത്യനായിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി സേവ ചെയ്ത് ഞാനിവിടെ നിന്നോളാം. അപ്പോൾ ഇവൻ എന്ത് പറഞ്ഞു? ഇറ്റ്സ് ഓൾ റൈറ്റ്, അത് കുഴപ്പമില്ല. ഐ വാണ്ടഡ് ടു റിമൈൻഡ് യു ദാറ്റ് വാട്ട് ദ നൈറ്റിംഗേൽ സെഡ് ഹാസ് കം ട്രൂ. അന്ന് നൈറ്റിംഗേൽ പറഞ്ഞ കാര്യം ഇപ്പോൾ വാസ്തവമായിട്ട് വന്നു. പിന്നെ ആൻഡ് ഓൾസോ ഫ്രം ടുഡേ ഓൺവേർഡ്സ് യു വിൽ ബി വർക്കിംഗ് വിത്ത് ദ പാലസ് ഗാർഡനർ. പക്ഷെ ഇന്നു മുതൽ നീ എൻ്റെ വൃത്തിനായിരിക്കില്ല, നീ എൻ്റെ തോട്ടക്കാരൻ്റെ കൂടെ അദ്ദേഹത്തിനെ സഹായിച്ചിട്ടും അദ്ദേഹത്തിന് അസിസ്റ്റൻ്റ് ആയിട്ടും നീ പണിയെടുത്തോളണം. കാരണം എനിക്കിതെങ്ങനെ തോന്നാൻ കാരണം എന്താ വെച്ചാൽ, ഇവാനെ ഒരിക്കൽ കൊല്ലാൻ ശ്രമിച്ചതാണ്. എന്തോ മയക്കുമരുന്നെല്ലാം കൊടുത്ത് കിടത്തി കടലിൽ തള്ളിയതാണ്. അപ്പം ഇനിയും ഇവാനെ അപകടപ്പെടുത്താൻ ഇദ്ദേഹം ശ്രമിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഇനി വരണ്ട എന്ന് വിചാരിച്ചിട്ട് ഇവാൻ എന്ത് ചെയ്ത്, ഇവാന്റെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കുന്നതിന് നിന്ന് ഇദ്ദേഹത്തെ മാറ്റി, അതേ സമയത്ത് ജോലിയിൽ നിന്ന് പറഞ്ഞയക്കാതെ, വയസ്സായ ആളായതുകൊണ്ട് കഷ്ടപ്പെടാൻ വിടാതെ അദ്ദേഹത്തിനെ തോട്ടക്കാരൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് നിയമിച്ചു. ഇത് എൻ്റെ ഒരു ഇമാജിനേഷനാണ്. ഇതുപോലെ നിങ്ങൾക്കും പല ഇമാജിനേഷൻ ഉണ്ടാകാം. അപ്പം നിങ്ങളത് എഴുതുക, എന്നിട്ട് നിങ്ങളെ ടീച്ചറെ കാണിച്ചിട്ട് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ ആക്ടിവിറ്റി അവസാനിക്കുകയാണ്. ആക്ടിവിറ്റി 2 എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ വായിക്കുന്നത്, when Ivan became the king, he decided to protect the birds. ഇവാൻ രാജാവായതിനു ശേഷം അദ്ദേഹം പക്ഷികളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. He understood that the birds became homeless because the people had cut down the trees. അങ്ങനെ രാജാവിന് ഒരു കാര്യം മനസ്സിലായി, ജനങ്ങളൊക്കെ മരം മുറിച്ചു കളയുകയാണ്. പല ആവശ്യത്തിനായി മരങ്ങൾ മുറിക്കുകയാണ്, പുതിയ മരങ്ങളൊന്നും വെച്ച് പിടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പക്ഷികൾക്കൊക്കെ
കൂട് കെട്ടാൻ സ്ഥലമില്ലാതായി വരികയാണ്. Ivan ordered his people to stop cutting trees and asked them to paste posters for protecting trees. അങ്ങനെ ഇവാൻ എന്ത് ചെയ്തു? ജനങ്ങളോട് ആവശ്യപ്പെട്ടു മരം മുറിക്കലൊക്കെ നിർത്തുക, എന്നിട്ട് മരം മുറിക്കാതിരിക്കാനും മരങ്ങളെ സംരക്ഷിക്കാനും വേണ്ടുന്ന പോസ്റ്റർ തയ്യാറാക്കിയിട്ട് അത് രാജ്യത്ത് പല സ്ഥലങ്ങളിലായിട്ടല്ല ഒട്ടിച്ചിടുക. അപ്പോൾ ആൾക്കാർ വായിച്ചിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് രാജാവ് ഉദ്ദേശിച്ചത്. അപ്പം നമുക്ക് ഇവിടെ ചോദ്യം എന്താ, നമ്മൾ എന്താ ഇവിടെ ചെയ്യേണ്ടത് ആക്ടിവിറ്റി? ഹെൽപ്പ് ദം ഡിസൈൻ എ പോസ്റ്റർ. അപ്പോൾ അവർക്കൊരു പോസ്റ്റർ തയ്യാറാക്കാൻ നമ്മൾ സഹായിക്കണം. ഹൈലൈറ്റ് ദ നീഡ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ദ ട്രീസ്. അതിൽ എന്തായിരിക്കണം ഹൈലൈറ്റ് ചെയ്യുന്നത്? മരങ്ങളെ സംരക്ഷിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും എന്നുള്ളത് അവിടെ പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് ഹെഡിങ് പോസ്റ്റർ എന്ന് എഴുതിയിട്ടുണ്ടാവും, പ്രൊട്ടക്ട് ദ ട്രീസ് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ആ ചിത്രത്തിൽ ഭൂമിയുടെ പകുതി ഭാഗം, അതിൽ കാൽഭാഗം ഒരു മരം നല്ലോണം തഴച്ചു വളർന്നു നിൽക്കുന്ന മരവും ഒരു കുട്ടി പുതിയൊരു മരം പിടിപ്പിക്കുന്നതും നല്ലൊരു വീടും പക്ഷികൾക്ക് പറക്കാൻ, പക്ഷികളെല്ലാം പറന്നാൽ തെളിഞ്ഞ ആകാശം, നല്ല വെള്ളം, അങ്ങനെയൊക്കെ പച്ചപ്പ് നിറഞ്ഞ ഒരു ഭൂമി. അതിന് നേരെ ഇപ്പുറത്ത് മരം മുറിച്ചു കളഞ്ഞാലും അതേസമയത്ത് ഫാക്ടറീസ് ഒക്കെ വെച്ചാലും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. വരണ്ട ഭൂമി, അന്തരീക്ഷമൊക്കെ മലിനീകരണപ്പെടുന്നു, മരങ്ങളെല്ലാം ഇല കൊഴിഞ്ഞു ഉണങ്ങിപ്പോകുന്നു, അതെല്ലാം മുറിച്ചു മാറ്റുന്നു, പുതിയ മരം വെക്കുന്നുമില്ല, ഇങ്ങനെയുള്ള കാര്യം. അപ്പം ഇങ്ങനെ രണ്ട് കാര്യങ്ങളായിട്ടാണ് കാണിച്ചത്. മരം വെച്ചാലുള്ള ഗുണവും മരമില്ലാത്തതിൻ്റെ ദോഷവും കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ താഴെ ഈ മരങ്ങൾ വെച്ചാലുള്ള ഗുണങ്ങൾ, അഡ്വാൻറ്റേജസ് ട്രീസ് കൊടുത്തിട്ടുണ്ട്. അവിടെ പറയുന്നത് എന്താ? ട്രീസ് ഗിവ് ഓക്സിജൻ ദാറ്റ് വി നീഡ് ടു ബ്രീത്ത്. ഓക്കെ, നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ മരങ്ങളിൽ നിന്ന് കിട്ടും. ഇറ്റ് പ്രൊവൈഡ്സ് ഫുഡ്, പ്രൊട്ടക്ഷൻ ആൻഡ് ഹോംസ് ഫോർ മെനി ബേർഡ്സ് ആൻഡ് ആനിമൽസ്. അപ്പം മരങ്ങൾ എന്ത് തരും? ഭക്ഷണം തരും, സംരക്ഷണം തരും, വീട് തരും, ഒക്കെ കിട്ടും. ആർക്കും? ആനിമൽസിനും ബേർഡ്സിനും. അതുപോലെ മനുഷ്യന്മാർക്കും സംരക്ഷണം കിട്ടും, മഴയിൽ നിന്നും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും പഴങ്ങൾ കിട്ടും. അങ്ങനെ കുറേ കാര്യങ്ങൾ മനുഷ്യന്മാർക്കും ഗുണമുണ്ട്. ഇറ്റ് ഗിവ്സ് ഷെയ്ഡ് ഡ്യൂറിങ് സമ്മർ. നല്ല വേനൽക്കാലം വരുമ്പോൾ എന്ത് സംഭവിക്കും? നല്ല തണൽ കിട്ടും. ട്രീസ് ഇംപ്രൂവ് അവർ എയർ ക്വാളിറ്റി. നമ്മളെ ശ്വസിക്കുന്ന എയറിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക. നല്ല ഓക്സിജൻ ഉണ്ടാവും, നല്ല ഫ്രഷ് എയർ കിട്ടും. ട്രീസ് ആർ എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ എക്കോസിസ്റ്റം. നമ്മുടെ എക്കോസിസ്റ്റം, നമ്മളുടെ ഭൂമിയുടെ സിസ്റ്റം കംപ്ലീറ്റ് ഈ ട്രീയിലാണ് ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, മരങ്ങൾ ആണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റർ, ഇതേപോലെ ഒരു ചിത്രം, അതിൻ്റെ അഡ്വാൻറ്റേജസും ഒക്കെ കാണിച്ചിട്ടൊരു പോസ്റ്ററാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒരു പോസ്റ്റർ തയ്യാറാക്കാം. ഇതേ ചിത്രം വേണം നിർബന്ധമില്ല. നിങ്ങളെ മനസ്സിൽ ആലോചിച്ചിട്ട് വേറെ കാര്യങ്ങൾ വരയ്ക്കാം, വേണമെങ്കിൽ ഇനി വരയ്ക്കാതെ വെറുതെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ ഒരു ഭാവനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരു പോസ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെ ഈ പ്രോജക്റ്റ് അവസാനിക്കുന്നുണ്ട്. ആക്ടിവിറ്റി 3 ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? When Ivan opened his eyes, he was alone in the boat. അപ്പോൾ ഇവാൻ ആ ബോട്ടിൽ കിടന്നുറങ്ങി. അദ്ദേഹം മെർച്ചൻ്റ് കൊടുത്ത മരുന്നിൻ്റെ എഫക്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ മെല്ലെ കണ്ണ് തുറന്ന് ഉണർന്നു. അപ്പോൾ കാണുന്നത് എന്താ? ഒരു ബോട്ടിൽ ഒറ്റയ്ക്ക്. He looked around. അവൻ ചുറ്റും നോക്കി. He could only see the endless sea around him. അപ്പോൾ കരയൊന്നും കാണാൻ പറ്റില്ല, ചുറ്റും കടൽ തന്നെ. കടലിൻ്റെ നടുവിൽ ഇങ്ങനെ ഈ ബോട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്കായിപ്പോയി. ആ ഒരവസ്ഥയാണ് ഇവാൻ ഉണർന്നപ്പം കാണുന്നത്. വാട്ട് കുഡ് ബി ദ തോട്ട്സ് ഓഫ് ഇവാൻ ദെൻ? ആ സമയത്ത് ഇവൻ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ വർക്ക്ഷീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. ഇവൻ ഇങ്ങനെ പറഞ്ഞു കാണും, ഓ മൈ ഗോഡ്, ഐ എം ഇൻ എ ബോട്ട് അലോൺ ആൻഡ് ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ? Now what will I do and how will I escape from this situation? I am in the middle of the sea. Will some other ships find me or will I die here? My old master might have done this to kill me because he didn't want to be my servant. I can only pray now. Only God can serve me. അപ്പോൾ ഇവിടെ എന്താ ഇവൻ പറയുന്നത് നമുക്ക് നോക്കാം. ഓ ദൈവമേ, I am in a boat alone and how did this happen?
ഞാനിപ്പോൾ ഒറ്റയ്ക്കൊരു ബോട്ടിലാണല്ലോ ഇവിടെ നടുക്കടലിൽ. ഇതെങ്ങനെ സംഭവിച്ചു? നൗ വാട്ട് വിൽ ഐ ഡു ആൻഡ് ഹൗ വിൽ ഐ എസ്കേപ്പ് ഫ്രം ദിസ് സിറ്റുവേഷൻ? ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ഐ എം ഇൻ ദ മിഡിൽ ഓഫ് ദ സീ. ഞാൻ കടലിൻ്റെ നടുവിലാണ്. വിൽ സം അതർ ഷിപ്സ് ഫൈൻഡ് മീ? മറ്റുള്ള ഏതെങ്കിലും ഒരു കപ്പൽ എന്നെ കാണുമോ? ഓർ വിൽ ഐ ഡൈ ഹിയർ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോകുമോ? മൈ ഓൾഡ് മാസ്റ്റർ might have done this to kill me because he didn't want me to be my servant. അപ്പം ഒരിക്കൽ ഞാൻ മാസ്റ്ററോട് പറഞ്ഞല്ലോ, നൈറ്റിംഗേൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു കാലത്ത് എൻ്റെ സെർവൻ്റ് ആവും, ഞാനൊരു കാലത്ത് രാജാവാകും എന്നൊക്കെ. അപ്പോൾ അത് അങ്ങനെ ഒരു സന്ദർഭം ഇല്ലാതിരിക്കാൻ എന്നെ നശിപ്പിക്കുക, അതേ ഒരു വഴിയുള്ളൂ. അപ്പം അദ്ദേഹമായിരിക്കും ഈ ഒരു കാര്യം ചെയ്തത്. ഇപ്പം ഐ ക്യാൻ ഓൺലി പ്രേ നൗ. എനിക്കിപ്പം പ്രാർത്ഥിക്കാനേ പറ്റൂ. ഓൺലി ഗോഡ് ക്യാൻ സേവ് മീ. ദൈവത്തിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന അങ്ങനെയാണ്, ആരോടും പറയാനുണ്ടാവില്ല. അപ്പോൾ വിൽ പ്രേ ടു ഗോഡ്. അപ്പം ദൈവം അതിനൊരു വഴി കാണിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ യൂണിറ്റ് 3 ആക്ടിവിറ്റി 3 ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഇത് അവസാനിക്കുകയാണ്. ആക്ടിവിറ്റി 4 ഇവിടെ എന്താ പറയുന്നത്? മാച്ച് ദ പിക്ചർ വിത്ത് കറസ്പോണ്ടിങ് വേർഡ്സ്. അപ്പോൾ ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ക്ലൗഡി, ഫോഗി, റെയിനി, സണ്ണി. അപ്പോൾ ഇങ്ങനെ 4 വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചറായിട്ട് മാച്ച് ചെയ്യണം നമ്മൾ. അപ്പോൾ നമ്മളതെങ്ങനെ മാച്ച് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ആദ്യത്തെ പിക്ചർ സണ്ണി, പിന്നത്തെ പിക്ചർ റെയിനി, പിന്നത്തേത് ക്ലൗഡി, പിന്നെ ഫോഗി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എന്താ വരുന്നത് നോക്കാം. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എന്താ വരുന്നത്? ഇവിടെ ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. റീഡ് ദ ഫോളോയിങ് സ്റ്റോറി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി പിക്ചേഴ്സ് ഗിവൺ. ആ പിക്ചർ ഉപയോഗിച്ചിട്ട് സ്റ്റോറി വായിക്കണം. അപ്പോൾ ഇറ്റ് വാസ് എ സണ്ണി ആഫ്റ്റർനൂൺ. Ivan woke up from his bed after his sleep. The merchant was not in the house. Ivan walked to the forest. He reached there and stood under a tree. 2 birds were sitting on a branch. Then the sky became cloudy. It began to rain. What a rainy day this is. Today I can't collect firewood, he said to himself. As he walked back home, it became foggy. ഇങ്ങനെയാണ് ഇവിടെ ഈ ഒരു ചെറിയ സ്റ്റോറി മാതിരി എഴുതിയത്. അപ്പോൾ അവിടെ നമുക്ക് ആക്ടിവിറ്റി എന്താ ചെയ്യാനുള്ളത്? നൗ റൈറ്റ് എ സ്റ്റോറി ഓഫ് യുവർ ഓൺ. നിങ്ങൾ സ്വന്തമായിട്ടൊരു സ്റ്റോറി എഴുതണം. യു മേ യൂസ് പിക്ചേഴ്സ് ഫോർ വേർഡ്സ് വെറെവർ നെസസറി. അപ്പോൾ എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെ മുകളിൽ കൊടുത്ത പോലെ ആ വേർഡ് വരുന്നിടത്ത് ആ പിക്ചർ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വർക്ക്ഷീറ്റിൽ അത് ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെയാണ് ഞാൻ എഴുതിയത്. ഇറ്റ് വാസ് എ ബ്രൈറ്റ് സണ്ണി ഡേ. ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് ഐ കുഡ് പ്ലേ വിത്ത് മൈ പെറ്റ് ഓൺ ദ ബീച്ച്. വെൻ വി വർ പ്ലേയിങ് സഡൻലി ദ സ്കൈ ബിക്കെയിം ക്ലൗഡി ആൻഡ് ബിഗാൻ ടു റെയിൻ. ആസ് വി ബോത്ത് ഗോട്ട് കംപ്ലീറ്റ്ലി വെറ്റ്. We waited for the rain to stop, and after some time, when the rain stopped, we walked back home. By the time we reached home, it was foggy. അപ്പോൾ ഇവിടെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ആ പിക്ചർ വരുന്നിടത്ത് സണ്ണിന്നും ഓരോ പിക്ചർ വരുന്നിടത്ത് ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റെയിൻ എന്നുള്ള റെയിനിന്ന് ഉപയോഗിച്ചാലും അല്ല റെയിനിങ് ഉപയോഗിച്ചാലും ഒന്നും പ്രശ്നമില്ല, ചെറിയ മാറ്റങ്ങൾ, പക്ഷെ അർത്ഥം അതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയ സ്റ്റോറി ഉണ്ടാക്കാം. നിങ്ങളെ സ്വന്തമായിട്ടൊരു സ്റ്റോറി ഉണ്ടാക്കണം. അതാണ് എൻ്റെ ആവശ്യം. ഇത് കോപ്പി ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു ഐഡിയ, നിങ്ങൾക്കൊരു ഗൈഡ് ലൈൻ പോലെ തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ആക്ടിവിറ്റി 4 നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആക്ടിവിറ്റി 5. Look at the bird in the picture. Read and identify the different parts of the bird. അപ്പോൾ ഈ പിക്ചർ നോക്കിയിട്ട് ആ ബേർഡ്സിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിനെ ഒന്ന് മനസ്സിലാക്കാനാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര പാർട്സ് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഐ, ഹെഡ്, വിങ്, ടെയിൽ, ലെഗ് ഓഫ് ഫുട്ട്, ടോർസോ, ബീക്ക്. ഇത്രയും പാർട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
പിന്നെ എന്താ പറയുന്നത്, നൗ കളർ ദ ബേർഡ് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻ ഗിവൻ ബിലോ. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ബേർഡിനെ സൈഡിൽ കൊടുത്ത ഇൻസ്ട്രക്ഷൻ പ്രകാരം കളർ ചെയ്യാൻ, ഓരോ പാർട്ടിനും ഏത് കളറാണെന്ന് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ്. ആക്ടിവിറ്റി 6. ഇവിടെ എന്താ പറയുന്നത്, റൈറ്റ് ഡൗൺ സം സെൻറ്റൻസസ് ബിഗിനിങ് വിത്ത് ഓൾ ഓർ സം. ഓക്കെ, ഓൾ വെച്ചിട്ട് അല്ലെങ്കിൽ സം വെച്ചിട്ട് കുറച്ച് സെൻറ്റൻസസ് എഴുതാൻ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഫസ്റ്റ് ഒരു ബേർഡ് പറക്കുന്നത് കാണിക്കുന്നുണ്ട്. അവിടെ വിങ്സ് എഴുതിയിട്ടുണ്ട്. അവിടെ അതിൻ്റെ ഒരു വിങ്ങിനെ സർക്കിൾ ചെയ്തിട്ടുണ്ട്. അവിടെ എന്താ സെൻറ്റൻസ് എഴുതിയത്, ഓൾ ബേർഡ്സ് ഹാവ് വിങ്സ്. എല്ലാ പക്ഷികൾക്കും ചിറകുണ്ട്. അപ്പോൾ ആ സർക്കിൾ ചെയ്ത പാർട്ട്, ആ ബോഡി പാർട്ട് എല്ലാ പക്ഷികൾക്കുണ്ടോ അല്ല ചില പക്ഷികൾക്കാണോ ഉള്ളത് എന്നുള്ളത് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ ഈ എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കിടക്കാം. സെക്കൻഡ്, ബീക്സ്. ബീക്സ് ആണ് എഴുതിയിട്ടുള്ളത്. അവിടെ നമ്മൾ എന്ത് എഴുതാം, ഓൾ ബേർഡ്സ് ഹാവ് ബീക്സ്. ഓക്കെ, എല്ലാ പക്ഷികൾക്കും കൊക്കുണ്ട്. അടുത്തത് വെബ്ഡ് ഫീറ്റ്. വെബ്ഡ് ഫീറ്റ് എല്ലാ പക്ഷികൾക്കും ഇല്ല, ചില പക്ഷികൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ വെബ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഈ താറാവിനൊക്കെ ഉള്ള മാതിരി ഇങ്ങനെ രണ്ട് വിരലുകളുടെ ഇടയിൽ ഇങ്ങനെ ഒരു തോലുമാരത്തെ ടെൻഡൻ ഉണ്ടാവും, അല്ലെങ്കിൽ അത് തുഴഞ്ഞ് വെള്ളത്തോടൊക്കെ തുഴഞ്ഞ് നീങ്ങാനായിട്ടുള്ള സഹായിക്കുന്ന അങ്ങനെ അക്വാറ്റിക് ബേർഡ്സ്, വെള്ളത്തിനോട് ചേർന്ന് വെള്ളം ബേസ് ചെയ്ത് ജീവിക്കുന്ന ബേർഡ്സിനാണ് അതുണ്ടാവും. വെബ്ഡ് ഫീറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, സം ബേർഡ്സ് ഹാവ് വെബ്ഡ് ഫീറ്റ്, എല്ലാ പക്ഷികൾക്കുള്ള ചില പക്ഷികൾക്ക്. പിന്നെ കൊടുത്തിട്ടുള്ള ഫെദേഴ്സ്, അത് എല്ലാ പക്ഷികൾക്കുണ്ട്. അപ്പം ഓൾ ബേർഡ്സ് ഹാവ് ഫെദേഴ്സ്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ടാലൻസ്. ടാലൻസ് എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ നഖം എന്ന് പറയാം, അല്ലെങ്കിൽ നഖമുള്ള കാലുകളിലും ടാലൻസ്, അങ്ങനെ രണ്ടും നമുക്ക് ഉദ്ദേശിക്കാം. ഓക്കെ, അപ്പോൾ അത് എല്ലാ പക്ഷികൾക്കും ഇല്ല, സം ബേർഡ്സ്. അപ്പം സം ബേർഡ്സ് ഹാവ് ടാലൻസ്. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി 6 ഇവിടെ കഴിഞ്ഞു. ആക്ടിവിറ്റി 7 ഇവിടെ എന്താ പറയുന്നത് നമുക്ക് നോക്കാലോ. One day the merchant sent Ivan to the forest to fetch firewood. അങ്ങനെ ഒരു ദിവസം ആ മെർച്ചൻ്റ്, ആ വ്യാപാരി ഇവാനെ എന്ത് ചെയ്തു, കാട്ടിലേക്ക് വിറകെടുക്കാൻ അയച്ചു. സൂൺ ദ വിൻഡ് റോസ്. അങ്ങനെ വളരെ പെട്ടെന്ന് അവിടെ എത്തുമ്പോഴേക്കും വളരെ കാറ്റടിക്കാൻ തുടങ്ങി. ദ സ്കൈ ബിക്കെയിം ക്ലൗഡഡ്. അങ്ങനെ ആകാശം ഇരുണ്ട് വന്നു മേഘം കൊണ്ട്. ദ ലൈറ്റ്നിങ് ഫ്ലാഷ്ഡ്. മിന്നലടിക്കാൻ തുടങ്ങി. ദ തണ്ടർ റോഡ് ലൗഡ്ലി. വളരെ ശക്തിയായി ഇടി വെട്ടാൻ തുടങ്ങി. ആൻഡ് ദ റെയിൻ ഫെൽ ഹെവിലി. അങ്ങനെ മഴ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ആ പിക്ചറിൽ നമുക്ക് കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അവിടെ ചോദിക്കുന്നുണ്ട്, ക്യാൻ യു ഡിസ്ക്രൈബ് ദ സീൻ ഇൻ യുവർ ഓൺ വേർഡ്സ്. അപ്പോൾ നമ്മളെ സ്വന്തമായിട്ടുള്ള വേർഡിൽ ഈ സീൻ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സീനിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് സിറ്റുവേഷൻ അവിടെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഏത് സിറ്റുവേഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സീനിനെ പറ്റി ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് എഴുതാനുണ്ട്. അപ്പോൾ അത് ഞാൻ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ആ സിറ്റുവേഷൻ എന്താണ്, ഒരു ദിവസം ആ മെർച്ചൻ്റ് ഇവാനെ കാട്ടിലേക്ക് അയക്കുന്നു. കാട്ടിലെത്തി കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാറ്റടിക്കുന്നു, മേഘം ഉരുണ്ടുകൂടുന്നു, ഇടിയും മിന്നലും വരുന്നു, അങ്ങനെ ശക്തിയായി മഴ പെയ്യുന്നു. ഈ സമയത്ത് എന്താ സംഭവിച്ചത്, ദ ട്രീസ് വേർ സ്വേയിങ് ഡ്യൂ ടു സ്ട്രോങ് വിൻഡ്. ആൻഡ് സ്വേയിങ് എന്ന് പറഞ്ഞാൽ കാറ്റിൽ ആഞ്ഞ് ഒലയാം, സ്ട്രോങ് വിൻഡ് കാരണം, ശക്തിയായ കാറ്റ് കാരണം. സോ ഇവാൻ ടുക്ക് ഷെൽട്ടർ അണ്ടർ എ ട്രീ. അപ്പോൾ ഇവാൻ എന്ത് ചെയ്ത് ഒരു മരത്തിൻ്റെ താഴത്ത് പോയി നിന്നു. അവിടെ പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ കാണാം. എ സ്ക്വിറൽ ഈസ് ഓൾസോ ട്രൈങ് ടു ഗെറ്റ് അണ്ടർ ദ ലീവ്സ് ഫോർ ഷെൽട്ടർ. അവിടെ ഒരു അണ്ണാക്കുട്ടനെ കാണാം. ആ അണ്ണാൻ എന്ത് ചെയ്യുന്നു, ഈ ലീവ്സിൻ്റെ ഇടയിലേക്കൊക്കെ പോയി മഴയിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പുറത്ത് ചെറിയൊരു മരത്തിൽ എ ബേർഡ്സ് നെസ്റ്റ് വിത്ത് 2 ബേർഡ്ലിങ്സ് ക്യാൻ ബി സീൻ. അപ്പോൾ അതിൻ്റെ ചെറിയ 2 പക്ഷിക്കുട്ടികളായിട്ട് ഒരു പക്ഷി കൂടും നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതാണ് ഈ ഒരു സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനും ആ സന്ദർഭവും ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റിയ കാര്യം. ആക്ടിവിറ്റി 8 ഇവിടെ എന്താ പറയുന്നത്, ഐ വിഷ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ദിസ് വാസ് വൺ ഓഫ് ഇവാൻസ് ഡ്രീം. അപ്പം ഇവാൻ്റെ ഒരു ഡ്രീം എന്തായിരുന്നു, ബേർഡ്സിൻ്റെ ലാംഗ്വേജസ് ഒക്കെ മനസ്സിലാക്കണം, അണ്ടർസ്റ്റാൻഡ് ആവണം. ഓക്കെ, അപ്പോൾ അതുപോലെ ഡു യു ഹാവ് സച്ച് ഡ്രീംസ്, നിങ്ങൾക്കും അതുപോലെ എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ? റൈറ്റ് ഡൗൺ യുവർ ഡ്രീംസ്. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ആ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഐ വിഷ് ഐ കുഡ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമ്മൾ ഒരു 4 സെൻറ്റൻസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്.
അതിൽ ആദ്യത്തത് ഐ വിഷ് ഐ കുഡ് സ്വിം അക്രോസ് ദ റിവർ. ഈ നദി ക്രോസ് ചെയ്തിട്ട് അങ്ങേപ്പുറത്തേക്ക് നീന്തി കടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഐ വിഷ് ഐ കുഡ് ഡ്രോ ബെറ്റർ. അപ്പോൾ ഞാനിപ്പോൾ വരയ്ക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഐ വിഷ് ഐ കുഡ് കുക്ക് ലൈക്ക് മൈ മദർ. എൻ്റെ അമ്മ കുക്ക് ചെയ്യുന്ന പോലെ കുക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഐ വിഷ് ഐ കുഡ് റൈഡ് ബൈക്ക് ലൈക്ക് മൈ ബ്രദർ. എൻ്റെ ബ്രദർ ബൈക്ക് ഓടിക്കുന്നത് പോലെ ബൈക്ക് എനിക്കും ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങനെ 4 വിഷസാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ വേറെ പല വിഷസും ഉണ്ട്, അത് എഴുതാം. ഓക്കെ. ആക്ടിവിറ്റി 9 ഇവിടെ എന്താ പറയുന്നത്? വൺ ലവ്ലി നൈറ്റ് ഇവാൻ ദ കിങ് വാസ് വാക്കിംഗ് ത്രൂ ഹിസ് ബാൽക്കണി. അപ്പം അങ്ങനെ രാജാവ് ഇവാൻ അദ്ദേഹത്തിൻ്റെ ബാൽക്കണി കൂടെ ഒരു രാത്രി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. there were many stars in the sky. അപ്പം ആകാശത്തൊക്കെ നല്ല ഫുൾ നക്ഷത്രം ഉണ്ടായിരുന്നു, ക്ലിയർ സ്കൈ ആയിരിക്കാം. the full moon seemed to smile at him. അപ്പം ചന്ദ്രൻ ഫുൾ മൂണാണ്, പൂർണ്ണ ചന്ദ്രനാണ്. അപ്പോൾ അതിങ്ങനെ ഇദ്ദേഹത്തിന് നോക്കി ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. he then remembered his friend the nightingale. അപ്പോഴാണ് ഇയാൾക്ക് അയാളുടെ നൈറ്റിംഗേൽ, ആ ബേർഡ് നൈറ്റിംഗേലിന് ഓർമ്മ വന്നു, അയാളുടെ ഫ്രണ്ടിന്. ഇവാൻ ബിഗാൻ ടു സിങ് എ സോങ്. അപ്പോൾ ഇവാൻ ഒരു സോങ് പാടാൻ തുടങ്ങി. എന്താ അവിടെ പറയുന്നത്? ഐ ഹാവ് എ ലിറ്റിൽ ഫ്രണ്ട്, ഷീ ഈസ് സോ ലവ്ലി നൈറ്റിംഗേൽ, ഹെർ ബീക്ക് ഈസ് ബ്ലൂ ആൻഡ് വിങ്സ് ആർ ഗ്രീൻ, ഷീ ക്യാൻ സിങ് സോ സ്വീറ്റ്. അപ്പോൾ ആ നൈറ്റിംഗേലിനെ പറ്റിയിട്ട് ഒരു 4-5 വരി അദ്ദേഹം അങ്ങനെ പാടി. അപ്പോൾ ഇവിടെ എന്താ നമ്മളെ ആക്ടിവിറ്റി? ഡു യു ഹാവ് എ പെറ്റ്? നിങ്ങൾക്കൊരു പെറ്റുണ്ടോ? കമ്പൈൽ എ സോങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ചെറിയ പാട്ട് എഴുതാം, ഒരു 4-5 വരി എഴുതാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഞാൻ ഉള്ളൊരു പെറ്റിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. ഐ ഹാവ് എ പെറ്റ് ഡോഗ്, ഹിസ് നെയിം ഈസ് പ്ലൂട്ടോ, ഹി ഈസ് ബ്ലാക്ക് ഇൻ കളർ, ഹി ലൈക്സ് ടു പ്ലേ എ ലോട്ട്, ഓൾസോ ഈറ്റ് ആൻഡ് സ്ലീപ്പ്, ഐ ലവ് മൈ പെറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു 4-5 വരി നമ്മളെ പെറ്റിനെ കൊണ്ട് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് പെറ്റുണ്ടെങ്കിൽ ആ പെറ്റിനെ കൊണ്ട് എഴുതാം. ഇനി പെറ്റ് ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് ഇമാജിൻ ചെയ്യാം ഒരു പെറ്റ് ഉണ്ട് എന്നുള്ളതിൽ, നമുക്ക് ആലോചിച്ച് എഴുതാം. ആക്ടിവിറ്റി 10 ഇവിടെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഹൂ ആം ഐ? ഞാൻ ആരാണ്? അപ്പോൾ അവിടെ കുറച്ച് 2-3 ലൈൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ബേർഡ്സിനെ പറ്റിയാണ് എഴുതിയത്. അപ്പോൾ അത് നമ്മൾ വായിച്ച് നോക്കിയിട്ട് ആ ബേർഡ് എന്താണെന്ന് നമ്മൾ എഴുതണം. ഇവിടെ എന്താ പറയുന്നത്? ഫസ്റ്റ്, ഐ ക്യാൻ ഡാൻസ് വെൽ, മൈ ഫെദേഴ്സ് ആർ ബ്യൂട്ടിഫുൾ, ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ക്രൗൺ. ഓക്കെ. അപ്പോൾ ഇവിടെ ആക്ടിവിറ്റി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് കാണാം. ഹൂ ആം ഐ? അപ്പോൾ അവിടെ ഇപ്പോൾ ഞാൻ വായിച്ച 3 വരികളാണത്. അപ്പോൾ അതനുസരിച്ചിട്ട് അത് പീകോക്കിനെയാണ് പറയുന്നത്, പീകോക്ക്. അപ്പോൾ അവിടെ അതിൻ്റെ ചിത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്? I have large round eyes, I can see only at night, my name is a 3-letter word. ഓക്കെ. അപ്പം എനിക്ക് ലാർജ് റൗണ്ട് ഐസ് ഉണ്ട്, നല്ല ഉരുണ്ട കണ്ണുകളുണ്ട്, എനിക്ക് രാത്രി മാത്രമേ കാണാൻ സാധിക്കുള്ളൂ, എൻ്റെ പേരിന് 3 അക്ഷരമാണ്, അതാണ് ഔൾ. അപ്പം ആ ചിത്രവും ആ പേരും ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നത്തത് എന്താ പറയുന്നത്? ഐ ആം ഗ്രീൻ ഇൻ കളർ, എൻ്റെ നിറം പച്ചയാണ്, മൈ ബീക്ക് ഇസ് റെഡ്, എൻ്റെ കൊക്ക് ചുവപ്പാണ്, പീപ്പിൾ ലൈക്ക് ടു ഹിയർ മീ സ്പീക്ക്, ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ ആൾക്കാർക്ക് വലിയ ഇഷ്ടമാണ്. അപ്പം ഐ ആം പാരറ്റ്, പാരറ്റിൻ്റെ ചിത്രവും അവിടെ ഞാൻ പാരറ്റിനെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ്, ഐ സിങ് സ്വീറ്റ്ലി, ഐ ലേ എഗ്സ് ഇൻ ക്രോസ് നെസ്റ്റ്, ഐ ലൈക്ക് ടു ഈറ്റ് മാംഗോ ലീവ്സ്. അപ്പോൾ എന്താ പറഞ്ഞാൽ ഞാൻ വളരെ ഭംഗിയായിട്ട് പാടും, ഞാൻ മുട്ടയിടുന്നത് കാക്കയുടെ കൂട്ടിലാണ്, ഐ ലൈക്ക് ടു ഈറ്റ് മാംഗോ ലീവ്സ്. അങ്ങനെ മാങ്ങ മരത്തിൻ്റെ മാവിൻ്റെ ഇലകൾ തിന്നാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാനാണ് കുക്കു. കുക്കു എന്ന് പറഞ്ഞാൽ കുയിൽ. ഓക്കെ, ശരി. അടുത്തത്, ഐ ആം എ ഡൊമസ്റ്റിക് ബേർഡ്, ഞാനൊരു വീട്ടിൽ വളർത്തുന്ന പക്ഷിയാണ്. ഐ ക്യാൻ സ്വിം വെൽ, എനിക്ക് നല്ലോണം നീന്താൻ അറിയും. ഐ ഹാവ് വെബ്ഡ് ഫീറ്റ്, കണ്ടോ നമ്മൾ ആദ്യത്തെ ഒരു എക്സസൈസ് ചെയ്ത പോലെ വെബ്ഡ് ഫീറ്റ് ഉണ്ട് എനിക്ക്. അപ്പം ഡക്കാണ് ഞാൻ, ഡക്കിൻ്റെ ചിത്രവും അവിടെ കാണാം. അടുത്തത്, ഐ ആം എ ബിഗ് ബേർഡ്, ഞാൻ വളരെ വലിയൊരു പക്ഷിയാണ്. ബട്ട് ഐ കാൺട്ട് ഫ്ലൈ വെരി ഹൈ, എനിക്ക് പറക്കാൻ സാധിക്കത്തില്ല. ഐ ലിവ് ഇൻ അന്റാർട്ടിക്ക, ഞാൻ അന്റാർട്ടിക്ക എന്ന് പറഞ്ഞ് നോർത്തേൺ റീജിയനിൽ അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം എൻ്റെ പേര് പെൻഗ്വിൻ. ഓക്കെ. പിന്നെ അടുത്തത് എന്താ? ഐ ഹാവ് എ ലോങ് ബീക്ക്,
ഐ ക്യാൻ സ്റ്റാൻഡ് ഓൺ വൺ leg. യു ക്യാൻ സീ മീ നിയർ പോൺസ്. എനിക്ക് നീളമുള്ള കൊക്കുണ്ട്, എനിക്ക് ഒറ്റ കാലിൽ നിൽക്കാൻ പറ്റും, കുളങ്ങളുടെ അടുത്തൊക്കെ എന്നെ കാണാം. അപ്പം ഞാനാണ് ക്രെയിൻ. ക്രെയിൻ എന്ന് പറഞ്ഞാൽ കൊക്ക് വർഗത്തിൽപ്പെട്ട പക്ഷിയാണ് ക്രെയിൻ. ഇനി നമുക്ക് പറ്റുന്ന നമ്മൾ സ്വന്തമായിട്ട് 2 പക്ഷികളെ കുറിച്ച് എഴുതാനാണ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന ഒന്ന് കിങ് ഫിഷറാണ്. ഐ ഡൈവ് ആൻഡ് ഫിഷ് വിത്ത് പ്രിസിഷൻ സോ കീൻ. ഐ ഡൈവ് ആൻഡ് ഫിഷ് വിത്ത് പ്രിസിഷൻ സോ കീൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ അർത്ഥം എന്താ? ഞാൻ വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്യും, എന്നിട്ട് പ്രിസിഷൻ സോ കീൻ, അതായത് വളരെ ആക്യുറേറ്റ് ആയിട്ട്, പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ ആക്യുറേറ്റ് ആയിട്ട് ഞാൻ പോയി വെള്ളത്തിൻ്റെ ഉള്ളിൽ അകത്ത് പോയി മീനിനെ പിടിക്കും. ഇൻ പോൺസ് ആൻഡ് ലേക്സ് ആൻഡ് റിവേഴ്സ്, കുളങ്ങളിൽ, നദികളിലും കായലുകളിലൊക്കെ ഞാൻ ഇതേപോലെ മീനിനെ പിടിക്കും. അപ്പോൾ ഞാനാണ് കിങ് ഫിഷർ. അടുത്തത് ഞാൻ എഴുതിയത് കാക്കയെ കൊണ്ടാണ്, ക്രോ. ഐ ആം ബ്ലാക്ക് ആൻഡ് സ്മാർട്ട്. എൻ്റെ നിറം കറുപ്പാണ്, പക്ഷെ ഞാൻ വളരെ ബുദ്ധിശാലിയാണ്. കാവിങ് ഈസ് ഇൻ ദ സ്കൈ, അതായത് കാ 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 എന്ന സൗണ്ട് ഉണ്ടാക്കും എപ്പോഴും, എന്നിട്ട് പറന്ന് കളിക്കും. ഓഫൻ സീൻ ഇൻ ഗ്രൂപ്പ്സ്, മിക്കവാറും ഗ്രൂപ്പ്സിലാണ്, ഒറ്റയ്ക്ക് കാണാൻ കുറച്ച് പ്രയാസമാണ്, എപ്പോഴും ഗ്രൂപ്പായിട്ട് നടക്കും. അതാണ് കാക്ക, ക്രോ. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 10. പ്രോജക്റ്റ് വർക്ക്. പ്രോജക്റ്റ് വർക്കിൽ നമുക്ക് എന്താ ചെയ്യാനുള്ളത് നോക്കാം. വി ഓൾ ലിസൺ ടു സോങ്സ്. നമ്മളെല്ലാവരും പാട്ട് കേൾക്കുന്ന ആൾക്കാരാണ്. വി മേ ഓർ മേ നോട്ട് ലൈക്ക് ദം. നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല. ഇഫ് വി ലൈക്ക് ദം വി സേ ഗുഡ്, സ്വീറ്റ്, ബ്യൂട്ടിഫുൾ എക്സെട്ര ടു സ്പീക്ക് അബൌട്ട് ദം. അപ്പോൾ നമുക്ക് ഒരു പാട്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അതിനെ പറ്റിയിട്ട് വിശേഷിപ്പിക്കും. ഓ, നല്ല പാട്ട്, നല്ല ഈണമുള്ള പാട്ട്, നല്ല വൃത്തിയായിട്ട് പാടിയിട്ടുണ്ട്, കേൾക്കാൻ നല്ല സുഖമുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ അതിനെപ്പറ്റി വിശേഷിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഫൈൻഡ് മോർ സച്ച് ഡിസ്ക്രൈബിങ് വേർഡ്സ് ഫ്രം ദ സ്റ്റോറി. അപ്പോൾ ഈ സ്റ്റോറിയിൽ ഇതേപോലെ ഓരോ വിശേഷിപ്പിക്കുന്ന വാക്കുകളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് എഴുതാനാണ് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് നമുക്ക് നോക്കാലോ. ഞാനിവിടെ കുറച്ച് വേർഡ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ വിശേഷിപ്പിക്കുന്ന വാക്ക് ചുവപ്പ് ലെറ്ററിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ബ്ലാക്കിൽ ആരെയാണോ വിശേഷിപ്പിക്കുന്നത് അതാണ് ബ്ലാക്കിൽ എഴുതിയത്. അപ്പോൾ ഇവിടെ ആദ്യം നോക്കാം. റിച്ച് മെർച്ചൻറ്റ്, ധനികനായ ഒരു വ്യാപാരി. ക്രൂവൽ മാൻ, അതായത് ക്രൂരനായ ഒരു മനുഷ്യൻ. സ്മോൾ ബേർഡ്സ്, അതായത് ചെറിയ പക്ഷികൾ. ഓൾഡ് മാൻ, പ്രായമായ മനുഷ്യൻ. ബ്രേവ് ബോയ്, ധൈര്യശാലിയായ ആൺകുട്ടി. ബിഗ് നെസ്റ്റ്, വളരെ വലിയ പക്ഷിക്കൂട്. ഹ്യൂജ് വേവ്സ്, അതായത് വളരെ വലിയ തിരമാലകൾ. ഷാബി ക്ലോത്ത്സ്, മുഷിഞ്ഞ വസ്ത്രങ്ങൾ. ഓക്കെ, അപ്പോൾ റെഡിൽ കൊടുത്തിരിക്കുന്നതൊക്കെയാണ് വിശേഷണങ്ങൾ, വിശേഷിപ്പിക്കുന്ന വാക്കുകൾ. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഇവിടെ ചെയ്യാൻ പറയുന്നത്? യൂസ് ദീസ് വേർഡ്സ് ഇൻ സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ. അപ്പോൾ ഈ ചുവപ്പിൽ നിങ്ങൾ കണ്ട വാക്കുകൾ വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യണം? സെൻറ്റൻസസ്, നമ്മൾ ചെറിയ ചെറിയ സെൻറ്റൻസസ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ആദ്യത്തെ വേർഡ് റിച്ച് എന്നായിരുന്നു. അപ്പോൾ അവിടെ ഒരു സെൻറ്റൻസ് ഞാൻ എഴുതിയത് എന്താ? മൈ നെയ്ബർ ഈസ് എ റിച്ച് മെർച്ചൻറ്റ്. എൻ്റെ അയൽവാസി ഒരു ധനികനായ വ്യാപാരിയാണ്. പിന്നത്തേത് ബ്രേവ്, രാജു ഈസ് എ ബ്രേവ് ബോയ്. രാജു ഒരു വളരെ ധൈര്യശാലിയായ കുട്ടിയാണ്. ക്രൂവൽ, ദ മെർച്ചൻറ്റ് വാസ് എ ക്രൂവൽ മാൻ. ആ വ്യാപാരി ഒരു ക്രൂരനായ മനുഷ്യനായിരുന്നു. ബിഗ്, ദ നെസ്റ്റ് ഐ സോ വാസ് ബിഗ്. ഞാൻ കണ്ട പക്ഷിക്കൂട് വളരെ വലുതായിരുന്നു. സ്മോൾ, വി ലിവ് ഇൻ എ സ്മോൾ ഹൗസ്. ഞങ്ങൾ ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഹ്യൂജ്, ദ ട്രീസ് ഇൻ ദ ഫോറസ്റ്റ് ആർ ഹ്യൂജ്. കാട്ടിലെ വൃക്ഷങ്ങളൊക്കെ വളരെ വലുതാണ്. ഓൾഡ്, ഐ സോ ആൻ ഓൾഡ് മാൻ യെസ്റ്റർഡേ. ഇന്നലെ ഞാനൊരു പ്രായമായ മനുഷ്യനെ കണ്ടു. ഷാബി, ദ ബെഗർ വാസ് വെയറിംഗ് ഷാബി ക്ലോത്ത്സ്. ഭിക്ഷ യാചിക്കുന്ന മനുഷ്യൻ വളരെ മുഷിഞ്ഞ വസ്ത്രങ്ങളായിരുന്നു ധരിച്ചത്. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ച് വേർഡ്സ് സെലക്ട് ചെയ്തു, അതിനെ പറ്റിയിട്ട് കുറച്ച് സെൻറ്റൻസസ് ഉണ്ടാക്കി. ഇതേപോലെ ഇതേ വേർഡ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? വേറെ തന്നെ സെൻറ്റൻസസ് ഉണ്ടാക്കണം. ഇതങ്ങനെ കോപ്പി ചെയ്യാൻ പാടില്ല. അതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഓക്കെ, നിങ്ങൾക്കൊരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് സെൻറ്റൻസസ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. മൈ വേർഡ്സ്, ഇവിടെ കംപ്ലീറ്റ് ദ വേർഡ് ഡയഗ്രാം വിത്ത് സൂട്ടബിൾ വേർഡ്സ്.
അപ്പോൾ ഇവിടെ ഈ വേർഡ് ഡയഗ്രാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, സെൻട്രൽ DIS എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, അതിനെ കണക്റ്റഡ് ആയിട്ട് വേറൊരു വാക്ക് എപ്പിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പം ഡിസപ്പിയർ. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ കുറച്ച് വാക്കുകൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാനത് ചെയ്തത് ഇങ്ങനെയാണ്: ഡിസ് എപ്പിയർ, അടുത്തത് ഡിസ് ഏബിൾ, പിന്നത്തത് ഡിസ് ഓണസ്റ്റ്, പിന്നെ ഡിസ് കണക്ട്, ഡിസ് ഇൻഫെക്റ്റ്, ഡിസ് അഡ്വാൻറ്റേജ്. അപ്പം ഇങ്ങനെ കുറച്ച് വേർഡ്സ് അവിടെ ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, ഈ വേർഡ്സ് വെച്ചിട്ട് നമ്മൾ സെൻറ്റൻസസ് ഉണ്ടാക്കണം. അതവിടെ പറയുന്നുണ്ട്, നൗ റൈറ്റ് സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ യൂസിങ് ദ വേർഡ്സ് ഇൻ ദ വേർഡ് ഡയഗ്രാം. ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത് എഴുതിയ ആ വേർഡ് ഡയഗ്രാമിലെ വേർഡ്സ് വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് മീനിങ് ഫുൾ സെൻറ്റൻസസ് ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ ആദ്യം ഒരു സെൻറ്റൻസ് അവർ ചെയ്തിട്ടുണ്ട്, ദ ക്രോ ഫ്ലൂ എവേ ആൻഡ് ഡിസപ്പിയേർഡ് എന്ന്. ഓക്കെ, അപ്പം ഡിസ്അപ്പിയർ എന്ന് ചേർത്ത് ഡിസപ്പിയേർഡ്, കാണാതെ പോയി, അങ്ങോട്ട് ദൂരെ പോയി. അതാണ് ദ ക്രോ ഫ്ലൂ എവേ ആൻഡ് ഡിസപ്പിയേർഡ്. ഇനി ബാക്കിയുള്ള വേർഡ്സ് കൊണ്ട് നമുക്ക് സെൻറ്റൻസസ് ഉണ്ടാക്കാം. ഇവിടെ ആദ്യത്തേത് ഞാൻ അങ്ങനെ തന്നെ എഴുതിയതാണ്. രണ്ടാമത് ദ പുവർ ലേഡി ഈസ് ഡിസേബിൾഡ്. അവിടെ ഞാൻ എടുത്ത വാക്ക് ഏബിൾ, അപ്പം ഡിസേബിൾഡ്. ഓക്കെ, ദ പുവർ ലേഡി ഈസ് ഡിസേബിൾഡ്, അതായത് സ്വാധീനക്കുറവുള്ള ഒരു സാധു സ്ത്രീ. അടുത്തത് മൂന്നാമത്തത് ഹി വാസ് ഡിസോണസ്റ്റ് ടു മീ. ആ വ്യക്തി, അവൻ എന്നോട് ഡിസോണസ്റ്റ്, അതായത് സത്യസന്ധത പുലർത്തിയില്ല, എന്നോട് കളവൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. നാലാമത്തത് ദ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് എ മേജർ ഡിസ്അഡ്വാൻറ്റേജ്. അപ്പം ഇവിടെ എന്താണ്, എഡ്യൂക്കേഷൻ ഇല്ലായ്മ ഒരു കുറവാണ്, ഒരു കുറച്ചലാണ് എഡ്യൂക്കേഷൻ, പഠിപ്പില്ലാത്തത്. അഞ്ചാമത്തത് മൈ ബ്രദർ ഡിസ്കണക്റ്റഡ് ദ TV കണക്ഷൻ. അവിടെ ഡിസ്കണക്റ്റ് എന്നുള്ള വാക്കിനെ ആണ് വെച്ച് എഴുതിയത്. മൈ ബ്രദർ ഡിസ്കണക്റ്റഡ് ദ TV കണക്ഷൻ. ഓക്കെ, ആറാമത്തത് വി ഡിസ്ഇൻഫെക്റ്റഡ് ആ ക്ലാസ് റൂം. അവിടെ ഡിസ്ഇൻഫെക്റ്റ് എന്നുള്ള വാക്കിനെ നമ്മൾ ഒരു സെൻറ്റൻസിൻ്റെ വി ഡിസ്ഇൻഫെക്റ്റഡ് ആ ക്ലാസ് റൂം. ഓക്കെ, അപ്പോൾ ഇവിടെ 6 മീനിങ് ഫുൾ സെൻറ്റൻസസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ വീണ്ടും പറയുന്നു, ഇതുപോലെ നിങ്ങൾ എഴുതുമ്പോൾ വാക്കുകളും വ്യത്യസ്തമായിരിക്കണം, സെൻറ്റൻസസും വ്യത്യസ്തമായിരിക്കണം. ഐ ക്യാൻ റീഡ് ദ 3 main events in the story, The Language of Birds. Ivan works as a servant, Ivan learns the language of birds, Ivan becomes the king. അപ്പോൾ ഈ 3 കാര്യപ്പെട്ട സംഭവങ്ങളാണ് ഈ സ്റ്റോറിയിൽ. ഇവാൻ വർക്ക്സ് ആസ് എ സെർവൻറ്റ്, ഇവാൻ ഒരു വേലക്കാരനായിട്ട് ജോലി ചെയ്യും. ഇവാൻ ലേൺസ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്, ഇവാൻ ബേർഡ്സിൻ്റെ ലാംഗ്വേജ് പഠിക്കുന്നു. ഇവാൻ ബിക്കംസ് ദ കിങ്, ഇവാൻ രാജാവാകുന്നു. അങ്ങനെ ഈ 3 സംഭവങ്ങൾ ഇവിടെ മെയിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഗിവൺ ബിലോ ആർ സം അതർ ഇവൻറ്റ്സ് ഇൻ ദ സ്റ്റോറി, ലിസ്റ്റ് ദം അണ്ടർ ദ മെയിൻ ഇവൻറ്റ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ പ്രൊവൈഡഡ്. അപ്പോൾ നമുക്കിവിടെ ഈ സ്റ്റോറിയിലുള്ള വേറെയും കുറേ സംഭവങ്ങൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്, ഈ 3 മെയിൻ സംഭവത്തിൻ്റെ കീഴിൽ കൊണ്ടുവരണം, ആ ഗ്രൂപ്പിംഗ് ചെയ്യണം. അതിനിവിടെ നമ്മൾ കണ്ടില്ല 3 കോളം കൊടുത്തിട്ടുണ്ട്, അവിടെ അതിൻ്റെ ഹെഡിങ്സ് അങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ 3 സംഭവങ്ങൾ ഈ മെയിൻ 3 സംഭവത്തിൻ്റെ കീഴിലാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ കാറ്റഗറൈസ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തേത് ഇവാൻ വർക്ക്സ് ആസ് എ സെർവൻറ്റ്. അപ്പോൾ അതിൻ്റെ കീഴിലാണ് ഇവാൻ സെർവ്സ് ദ മെർച്ചൻറ്റ്, ഇവാൻ ഗോസ് ടു ദ ഫോറസ്റ്റ്, ദ നൈറ്റിംഗേൽ സൂട്ട്സ് ഇവാൻ ടു സ്ലീപ്പ്, ഇവാൻ ലിസൺസ് ടു ദ നൈറ്റിംഗേൽ സോങ്, ഇവാൻ അണ്ടർസ്റ്റാൻഡ്സ് ദ സോങ് ഓഫ് ദ നൈറ്റിംഗേൽ, ദ മെർച്ചൻറ്റ് മേക്സ് ഇവാൻ വർക്ക് ഫ്രം ഡോൺ ടു ഡസ്ക്. അപ്പോൾ അതാണ് ആ ഗ്രൂപ്പിൽ വരുന്നത്. അടുത്തത് ഇവാൻ ലേൺസ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ആ ഗ്രൂപ്പിൽ ഏതൊക്കെ വരും നോക്കാം. ദ മദർ ബേർഡ് ടീച്ചേഴ്സ് ഇവാൻ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്, ഇവാൻ പ്രെഡിക്ട്സ് ദ സോങ്, ഇവാൻ ഡ്രൈവ്സ് അവേ ദ ക്രോസ്. അപ്പം അത് സെക്കൻഡ് ഗ്രൂപ്പ്. മൂന്നാമത്തേത് ഇവാൻ ബിക്കംസ് ദ കിങ്. അപ്പോൾ ഇവാൻ രാജാവായി ആകുന്ന സമയത്ത് എന്തൊക്കെ സംഭവിച്ചു, ലോങ് ലിവ് ഇവാൻ ദ പീപ്പിൾ ഷൗട്ടഡ് അലൗഡ്, ഇവാൻ റെക്കഗ്നൈസസ് ദ മെർച്ചൻറ്റ്, ഇവാൻ മാരീസ് ദ പ്രിൻസസ്, an old man visits Ivan, the nightingale comes back,
ഇവാൻ റൂൾസ് ദ കൺട്രി വെൽ. അപ്പോൾ ഇത് രാജാവാകുന്ന ആയ സമയത്ത് സംഭവിച്ച കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ലാസ്റ്റ് ഐ ക്യാൻ എന്ന് പറഞ്ഞ പ്രോജക്റ്റും ഈ ലെസണും ഇവിടെ അവസാനിക്കുകയാണ്.